ആ ഉണ്ണിയോ, എന്താ ഇതുവഴിയൊക്കെ? ഇരിക്ക. വേണോട്ടാ, നിങ്ങളെപ്പോഴാ റിലീവ് ചെയ്യുന്നേ? ആ പുതിയ ലൈബ്രറി സ്റ്റോക്ക് എടുക്കുക. അത് കഴിഞ്ഞു വേണം പ്രിൻസിപ്പലിന്റെ നിന്ന് റിലീവിംഗ് ഓർഡർ വാങ്ങാൻ. അല്ല, പുതിയ ലൈബ്രറിയൻ ഒരു പയ്യനാണെന്ന് കേട്ടു. അച്ഛൻ മരിച്ച ഒഴിവിലേക്ക് വന്നതാ. എന്നിട്ട് ആളെവിടെ? തേജസ് സർ. ആ ഉച്ചയ്ക്ക് മുമ്പ് തീരുവോ? എനിക്ക് റിലീവിംഗ് ഓർഡർ വാങ്ങാനുള്ള. ഓ ആയി സർ, ഇതും കൂടെ ഉള്ളൂ. ഓ അതൊക്കെ 10-16 വർഷം മുമ്പുള്ള പുസ്തകങ്ങളാ. ആ നീ അതൊക്കെ എടുത്തു വയ്ക്കുമ്പോഴേക്കും ഞങ്ങൾ ചായ കുടിച്ചിട്ട് വരാം. വാ ഉണ്ണി. ഇതെന്താ എഴുത്തോ? പ്രിയനെ, ഒത്തിരി കാര്യങ്ങൾ എഴുതണമെന്ന് ആലോചിച്ച് ഞാൻ തൂലിക ചലിപ്പിച്ചു. എന്നാൽ ഞാൻ വാക്കുകളെ തിരയുകയാണ്. നിന്നോടുള്ള ഇഷ്ടത്തിന് പകരം വയ്ക്കാനുള്ള വാക്കുകളുടെ ശേഖരം എൻ്റെ പക്കലില്ലെന്ന് തിരിച്ചറിയുമ്പോഴാണ് നിനക്ക് മുന്നിൽ ഞാൻ ഒരുപാട് ചെറുതാകുന്നത്. ഈ പുസ്തകക്കൂട്ടിൽ വച്ചാണ് നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയത്, സൗഹൃദത്തിലായത്. ഒരു നാൾ നിന്റെ സൗഹൃദം പ്രണയമായി മാറി. പക്ഷെ എന്റെ പ്രണയം ഞാൻ എൻ്റെ സൗഹൃദത്തിനുള്ളിൽ ഒളിച്ചു വെച്ചു. ഒളികണ്ണാലെ ഞാൻ നോക്കിയിരുന്നത് പുസ്തകങ്ങളെ ആയിരുന്നില്ല, നിന്റെ ഹൃദയത്തിൽ എനിക്കായി ഒളിപ്പിച്ചു വെച്ച സ്നേഹത്തെയായിരുന്നു. നല്ലൊരു സൗഹൃദത്തിനു അപ്പുറം നീ എൻ്റെ ആരൊക്കെയോ ആയിത്തീരുകയായിരുന്നു. ഇന്ന് ഈ പ്രണയദിനത്തിൽ ഈ ചുമരുകൾക്കുള്ളിലെ ആയിരക്കണക്കിന് പുസ്തകങ്ങളെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു, എനിക്കിഷ്ടമാണ് നിന്നെ ഒരുപാട്. ഈ നിമിഷം ഞാൻ അറിയുന്നു അവളുടെ വാക്കുകളിലെ ഹൃദയസ്പന്ദനം. പ്രണയം എന്നും ഒരു നൊമ്പരമാണ്. ആ പ്രണയമെന്ന നൊമ്പരത്തോടൊപ്പം ഈ കാത്തിരിപ്പിൽ നിന്നോടൊപ്പം ഞാനും. ഇത് കാലം മറന്നുവെച്ചതോ?